നമസ്കാരം. ഹോക്കിൻസ് കപ്പിൾ താളമേളം പായസം കോൺടെസ്റ്റിലേക്ക് ഞങ്ങളും പങ്കെടുക്കുന്നു. ഞാൻ ഹസ്ന സക്കീർ, മലപ്പുറത്ത് നിന്ന്. ഞാൻ ഷെഹല, മലപ്പുറത്ത് നിന്ന്. നമ്മൾ ഇന്ന് പായസം കോൺടെസ്റ്റിനായി ഉണ്ടാക്കാൻ പോകുന്ന പായസമാണ് സൺഷൈൻ പായസം. അതിനായി കുറച്ച് ചേരുവകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അത് പരിചയപ്പെടുത്താം. മത്തൻ, ക്യാരറ്റ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാല്, അതുപോലെ പഞ്ചസാര, ഏലക്കാപ്പൊടി, ഇത് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ്, അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ്, അതുപോലെ തന്നെ മത്തൻ്റെ സീഡ്, പംകിൻ സീഡ്, നെയ്യ്, കണ്ടൻസ്ഡ് മിൽക്ക്. ഇത്രയും ആവശ്യമായ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ബദാം കുതിർത്ത് അരച്ചതും. ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? തുടങ്ങാം. കുക്കർ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മത്തൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അല്പം ക്യാരറ്റ്, എന്നിട്ട് അടച്ചു വെച്ചോ. കുക്കറിലേക്ക് മത്തനും ക്യാരറ്റും ഇട്ട് കുക്കർ അടച്ചു വെച്ച് 2-3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ക്യാരറ്റും മത്തനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ച മത്തനും ക്യാരറ്റും പാനിലേക്ക് നെയ്യ് ചേർത്ത് വഴറ്റുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ടല്ലേ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണിത്. ഇതെന്നാൽ റിച്ച് പായസമാണ്. ഇതിൽ നമ്മള് ബദാം കുതിർത്ത് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് കൂടും. നമ്മളിത് അതിലേക്ക് ബദാം കുതിർത്തത് ഇട്ട് കൊടുക്കുന്നത്. പാലാക്കാനായിട്ടാണ്. നമ്മുടെ മത്തനും ക്യാരറ്റൊക്കെ ഇതിൽ കിടന്ന് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പഞ്ചസാരയും എല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറായി വരുന്നുണ്ടല്ലേ. നമ്മൾ ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മതിയോ? ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി. ഈ ഏലക്ക പൊടിച്ചത് പഞ്ചസാരയിൽ പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കുറച്ച് പഞ്ചസാര കുറച്ച് ചേർത്തത്. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുണ്ട്. ഏതൊരു പായസത്തിനും ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു പായസം മധുരം ബാലൻസ് ചെയ്യാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പായസം റെഡിയായി. കുറച്ച് ഇരിക്കും തോറും കുറച്ച് കട്ടി വെക്കുകയും ചെയ്യും.
നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ റിച്ച് ആയിട്ടുള്ള ക്രീമി സൺഷൈൻ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സർവിംഗ് ബോളിലേക്ക് മാറ്റാം, അതുപോലെ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ സൺഷൈൻ പായസം രുചിച്ചു നോക്കിയാലോ? നോക്കാം. നല്ലൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ബദാമിന്റെ ടേസ്റ്റ് നന്നായിട്ട്, ആ ഒരു സൺഷൈൻ്റെ ഒരു കളറാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പൊ നമ്മുടെ പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങള് ഹോക്കിൻസ് താളമേളം പായസം മത്സരത്തിനായിട്ട് തയ്യാറാക്കിയ പായസം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക് യു ഹോക്കിൻസ്.